സോ നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലൈറോട്ട് ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ആണ്. ആൻഡ് ഇക്വേഷൻ ഓഫ് ദി ഫോം y ഈസ് ഈക്വൽ ടു പി എക്സ് പ്ലസ് എഫ് ഓഫ് പി ഈസ് നോൺ ആസ് ക്ലൈറോട്ട്സ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ പി എന്ന് പറയുന്നത് ഡി വൈ ബൈ ഡി എക്സ് ആണെങ്കിൽ പി എക്സ് പ്ലസ് എഫ് ഓഫ് പി എന്ന് പറയുന്ന ഫോമിലുള്ള ഇക്വേഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്ലൈറോട്ട്സ് ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ക്ലൈറോട്ട്സ് ഇക്വേഷന്റെ സൊല്യൂഷൻ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ഈ ഒരു ഫോർമുല മാത്രം ബൈഹേർട്ട് ചെയ്ത് വെച്ചാൽ മതി. ക്ലൈറോട്ട്സ് ഇക്വേഷന്റെ സൊല്യൂഷന്റെ ഫോം എന്ന് പറയുന്നത് പിന് പകരം സി കൊടുത്തു കഴിഞ്ഞാൽ, അതായത് y ഈസ് ഈക്വൽ ടു സി എക്സ് പ്ലസ് എഫ് ഓഫ് സി ആണ് എന്ത്? ക്ലൈറോട്ട് ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി അതുപോലെ നിങ്ങൾ ഓർത്തു വെക്കേണ്ട മറ്റൊന്നാണ് ക്ലൈറോട്ട്സ് ഇക്വേഷനിലെ സിംഗുലാർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ ഒരു കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. സിംഗുലാർ സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ 1 മാർക്കിന് ഡെഫിനേഷൻ ആയിട്ട് ഇത് എഴുതുക. സിംഗുലാർ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ചോദ്യത്തിൽ നമുക്ക് ഇതാണ് ആവശ്യം. If we eliminate p from x plus f dash of p equal to 0 and 1 എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷൻ ആണ് കേട്ടോ. ക്ലൈറോട്ട്സ് ഇക്വേഷൻ എഴുതിയാലും മതി. നോക്കിയേ, we get an equation involving no constant. അതായത് x plus and വേണ്ട, from എന്ന് വായിച്ചാൽ മതി കേട്ടോ. If we eliminate p from x plus f dash of p equal to 0 from 1 അല്ലെങ്കിൽ from the Clairaut's equation, then we get an equation involving no constant. This is the singular solution of the Clairaut's equation which gives the envelope of the family of straight lines. Okay, ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് സിംഗുലാർ സൊല്യൂഷൻ ആണ്. അപ്പൊ സിംഗുലാർ സൊല്യൂഷന്റെ ഡെഫിനിഷൻ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി സിംഗുലാർ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുലാസ് എന്തൊക്കെയാണ്? ആദ്യമേ നിങ്ങൾ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുക, അതിനെ വിത്ത് റെസ്പെക്ട് ടു സി ഡെറിവേറ്റീവ് എടുക്കുക, എന്നിട്ട് എക്സ് പ്ലസ് എഫ് ഓഫ് സി ഈക്വൽ ടു 0 എന്ന ഫോമിലോട്ട് അതിനെ മാറ്റി എഴുതുക. എന്നിട്ട് ഈ കിട്ടിയിരിക്കുന്ന സാധനത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാം? സി എലിമിനേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? സിംഗുലാർ സൊല്യൂഷൻ കിട്ടും. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സ്റ്റെപ്പ് ഒരിക്കലും എക്സാമിന് ചോദിക്കത്തില്ല, ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റെപ്പ് ഓർത്തു വയ്ക്കാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഡയറക്റ്റ് ആയിട്ട് ഒരു എക്സാമ്പിളിലോട്ട് കിടക്കാം. ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? സിംഗുലാർ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഒരു ക്ലൈറോട്ട് ഇക്വേഷൻ നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ ഡയറക്റ്റ് ക്ലൈറോട്ട്സ് ഇക്വേഷന്റെ ഫോമിൽ അല്ല കിടക്കുന്നത്. ക്ലൈറോട്ട്സ് ഇക്വേഷന്റെ ഫോം എന്ന് പറയുന്നത് y ഈക്വൽ ടു പി എക്സ് പ്ലസ് എഫ് ഓഫ് പി ആണ്. അപ്പൊ ആ ഫോമിലോട്ട് മാറ്റുക എന്നുള്ളതാണ് ആദ്യത്തെ ജോലി. നോക്കിയേ, ഞാനിപ്പോ എഴുതുക P ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് y മൈനസ് എക്സ് പി. എനിക്ക് y ഈക്വൽ ടു എന്ന ഫോമിലാണ് വേണ്ടത്. സോ ഞാൻ എന്ത് ചെയ്യുന്നു? സൈനിനെ ആദ്യം ഇപ്പുറത്ത് ഇടുന്നു. സൈൻ ഇപ്പുറത്ത് എന്താവും? സൈൻ ഇൻവേഴ്സ് പി ഈസ് ഈക്വൽ ടു y മൈനസ് എക്സ് പി. ഇനി y കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? മൈനസ് എക്സ് പി അപ്പുറത്ത് കൊണ്ടുപോകുന്നു. അപ്പൊ എക്സ് പി പ്ലസ് സൈൻ ഇൻവേഴ്സ് പി എന്ന് വരും. എക്സ് പി ഞാൻ തിരിച്ചെഴുതി കഴിഞ്ഞാൽ പി എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് പി എന്നായി അല്ലെ. നോക്കിയേ, y ഈസ് ഈക്വൽ ടു പി എക്സ് പ്ലസ് എഫ് ഓഫ് പി ഫോമിലായില്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ദിസ് ഈസ് എ ക്ലൈറോട്ട്സ് ഇക്വേഷൻ. ദിസ് ഈസ് എ ക്ലൈറോട്ട്സ് ഇക്വേഷൻ വിത്ത് എന്താണ്? with f of x is equal to sin inverse x. കാരണം എന്താണ്? f of p കിടക്കേണ്ട സ്ഥാനത്ത് നമുക്ക് കിടക്കുന്നത് sin inverse p ആണ്. സോ ക്ലൈറോട്ട്സ് ഇക്വേഷൻ ആണ് വിത്ത് f of x equal to sin inverse x എന്ന് കിട്ടി. നെക്സ്റ്റ് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ പറയുന്ന ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് സൊല്യൂഷൻ ഈസ് ഗിവൺ ബൈ. സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണെന്ന് ഞാൻ പറഞ്ഞു. ക്ലൈറോട്ട്സ് ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? y ഈസ് ഈക്വൽ ടു പിക്ക് പകരം സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ സി എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് സി ആണ് എന്തിന്റെ സൊല്യൂഷൻ? ക്ലൈറോട്ട്സ് ഇക്വേഷൻ. നമുക്ക് തന്നിരിക്കുന്ന ക്ലൈറോട്ട്സ് ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ ഇനി നമ്മൾ ഇവിടുത്തെ സിംഗുലാർ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പോവാണ്. സിംഗുലാർ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? ഈ വിത്ത് റെസ്പെക്ട് ടു സി ഡെറിവേറ്റീവ് എടുക്കുക. അപ്പൊ ഞാൻ അത് എഴുതുവാണ്. ടേക്കിംഗ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി. ടേക്കിംഗ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ടി അല്ല, വിത്ത് റെസ്പെക്ട് ടു സി. വിത്ത് റെസ്പെക്ട് ടു സി എന്ത് ചെയ്യുക? ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുക്കുക. സോ y എന്ന് പറയുന്നത് ഒരു എക്സിലുള്ള ഫംഗ്ഷൻ ആണ്. y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഫോമിലുള്ള ഫംഗ്ഷൻ ആണ്. അവിടെ ആരില്ല? സി ഇല്ല. സോ സി ഇല്ലാത്തൊരു ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ വിത്ത് റെസ്പെക്ട് ടു സി ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ y ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. y യുടെ ഡെറിവേറ്റീവ് എന്ത് വരും? 0 വരും. 0 ഈസ് ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു സി ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എക്സ് കോൺസ്റ്റന്റ് ആണ്, സിയുടെ ഡെറിവേറ്റീവ് 1 ആണ്. സോ എക്സ് വരും പ്ലസ് സൈൻ ഇൻവേഴ്സ് എക്സിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമ്മളുടെ ഇക്വേഷൻ എന്താണ്? 1 ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. അപ്പൊ സി വരുമ്പോൾ എന്ത് വരും? 1 ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് സി സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇതിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? സി കണ്ടുപിടിക്കുക. സി കണ്ടുപിടിക്കുന്ന കുറച്ച് മെനക്കെട്ടുള്ള പരിപാടിയാണ്. ഈ എക്സിനെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ എന്ത് വരും? മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് സി സ്ക്വയർ എന്ന് വരും അല്ലെ. അപ്പുറം ഇപ്പുറം സ്ക്വയർ ചെയ്യുക. അപ്പൊ എന്ത് വരും? എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് എക്സിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ്. മേളിൽ 1ന്റെ സ്ക്വയർ 1 തന്നെയാണ്. ഇവിടെ സ്ക്വയർ എടുക്കുമ്പോൾ 1 മൈനസ് സി സ്ക്വയർ എന്ന് വരും. ക്ലിയർ? കറക്റ്റ് അല്ലേ?
ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, 1 - c² അപ്പുറത്തും x² ഇപ്പുറത്തും കൊണ്ടുവരുന്നു. അപ്പൊ എനിക്ക് എന്ത് കിട്ടും, 1 - c² ഈസ് ഈക്വൽ ടു 1/x² എന്ന് കിട്ടി. കറക്റ്റ് അല്ലേ? അപ്പൊ ഞാൻ അതിൽ നിന്ന് ഈ പറയുന്ന c² അപ്പുറത്തും 1/x² ഇപ്പുറത്തും കൊണ്ടുപോകുന്നു. സോ 1 - 1/x² ഈസ് ഈക്വൽ ടു c². ദാറ്റ് ഈസ് ഇത് ക്രോസ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, x² - 1/x² ഈസ് ഈക്വൽ ടു c². അപ്പൊ എനിക്ക് സി കിട്ടാൻ വേണ്ടി ഞാൻ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം, സി ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് x² - 1/x എന്ന് എഴുതാം. അപ്പൊ സിംഗുലാർ സൊല്യൂഷൻ ഇനി എഴുതാൻ പോണത്, സിംഗുലാർ സൊല്യൂഷൻ എഴുതാൻ നമ്മളുടെ ജനറൽ സൊല്യൂഷനിൽ സി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി. അപ്പൊ സിംഗുലാർ സൊല്യൂഷൻ എന്ന് പറയുന്നത് ജനറൽ സൊല്യൂഷൻ ഇതായിരുന്നല്ലോ, ആ ജനറൽ സൊല്യൂഷനിൽ എങ്ങനെ എഴുതാം, y ഈസ് ഈക്വൽ ടു സിക്ക് പകരം എനിക്ക് എന്ത് കൊടുക്കാം, സ്ക്വയർ റൂട്ട് ഓഫ് x² - 1/x ഇൻറ്റു എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് സി. അപ്പൊ ഈ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് ഓഫ് എന്താണ്, സൈൻ ഇൻവേഴ്സ് ഓഫ് സിക്ക് പകരം എന്ത് എഴുതാം, സ്ക്വയർ റൂട്ട് ഓഫ് x² - 1/x എന്ന് എഴുതാം. വേണമെങ്കിൽ എക്സും ക്യാൻസൽ ചെയ്യാം, എന്നിട്ട് എന്ത് എഴുതാം, വിച്ച് ഇംപ്ലൈസ് y ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് x² - 1 പ്ലസ് സൈൻ ഇൻവേഴ്സ് ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് x² - 1/x. ആ രീതിയിൽ നിങ്ങൾക്ക് മാറ്റി എഴുതാൻ പറ്റും. ഓക്കെ, ഇതാണ് എന്ന് പറയുന്നത് സിംഗുലാർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അതേപോലെ തന്നെ ഈ ക്ലൈറോട്ട് ഇക്വേഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറെ ക്ലൈറോട്ട് ഇക്വേഷന്റെ ഫോമിൽ അല്ലാത്ത ആൾക്കാരെ നമുക്ക് റെഡ്യൂസ് ചെയ്ത് ക്ലൈറോട്ട് ഇക്വേഷൻ ആക്കാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്ത വരുന്നത്. സോൾവ് px - y ഇൻറ്റു py പ്ലസ് x ഈസ് ഈക്വൽ ടു a²p. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. സോ അവിടെ നിങ്ങൾ കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. നിങ്ങൾ കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് x² ഈസ് ഈക്വൽ ടു u ആൻഡ് y² ഈസ് ഈക്വൽ ടു v ആണ്. ഈ ക്വസ്റ്റ്യൻ അതേപോലെ തന്നെ എക്സാമിന് ചോദിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ഓർത്ത് വെച്ചേക്കുക. x² ഈസ് ഈക്വൽ ടു u ആൻഡ് y² ഈസ് ഈക്വൽ ടു v എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പൊ x² ഈസ് ഈക്വൽ ടു u ആണെങ്കിൽ അവിടെ നിങ്ങൾ അപ്പുറം ഇപ്പുറം വിത്ത് റെസ്പെക്ട് ടു x ഡെറിവേറ്റീവ് എടുക്കുക. അപ്പൊ എന്ത് കിട്ടും, അവിടെ വിത്ത് ഡെറിവേറ്റീവ് എടുക്കുക. അപ്പൊ എന്ത് കിട്ടും, 2x dx ഈസ് ഈക്വൽ ടു du എന്ന് കിട്ടും. അതേപോലെ ഇവിടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 2y dy ഈസ് ഈക്വൽ ടു dv എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഇനി നമ്മൾക്കറിയാം p ഈസ് ഈക്വൽ ടു dy ഡിവൈഡഡ് ബൈ dx ആണ്. ഇനി ഈ dy ബൈ dx പകരം ഞാനിപ്പോ ഇവിടെ ആലോചിച്ച് കഴിഞ്ഞാൽ നോക്കിയേ, dx എന്ന് പറയുന്നത് du ഡിവൈഡഡ് ബൈ 2x ആണ്. ഓക്കെ, du ഡിവൈഡഡ് ബൈ എന്താണ്, 2x ആണ്. സോ ഞാൻ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. വേണമെങ്കിൽ ഞാൻ ഇവിടെ എഴുതാം. നോക്കിയേ, dx എന്ന് പറയുന്നത് എന്താണ്, dx എന്ന് പറയുന്നത് du ഡിവൈഡഡ് ബൈ 2x ആണ്. du ഡിവൈഡഡ് ബൈ 2x ആണ്. അതേപോലെ തന്നെ dy എന്ന് പറയുന്നത് dv ഡിവൈഡഡ് ബൈ 2y ആണ്. അപ്പൊ dy ബൈ dx എനിക്ക് എങ്ങനെ എഴുതാം, dv ഡിവൈഡഡ് ബൈ 2y ഡിവൈഡഡ് ബൈ du ഡിവൈഡഡ് ബൈ 2x എന്ന് എഴുതാം. രണ്ടിടത്തും ഡിനോമിനേറ്ററിൽ 2 ഉള്ളതുകൊണ്ട് 2 ക്യാൻസൽ ആകുന്നു. അപ്പൊ എനിക്ക് എന്ത് കിട്ടും, dv ബൈ y ഡിവൈഡഡ് ബൈ du ബൈ x എന്ന് കിട്ടും. കറക്റ്റ് അല്ലേ? ഇത് ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, നോക്കിയേ, ഈ പറയുന്ന സാധനത്തിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം അല്ലെ, dv ബൈ y ഇൻറ്റു എക്സ് ബൈ ഡി യു എന്ന് കിട്ടും. ദാറ്റ് ഈസ് കുറച്ചുകൂടി മാറ്റി എഴുതി കഴിഞ്ഞാൽ എക്സ് ബൈ വൈ ഇൻറ്റു എന്താണ് ഡി വി ബൈ ഡി യു എന്ന് കിട്ടി. എക്സ് ബൈ ഡി വി ഡിവൈഡഡ് ബൈ ഡി യു എന്ന് കിട്ടി. ഓക്കെ, എക്സ് ബൈ വൈ ഇൻറ്റു ഡി വി ഡിവൈഡഡ് ബൈ ഡി യു. അപ്പൊ എനിക്ക് കിട്ടിയ സാധനം എന്താണ്, പി ഈസ് ഈക്വൽ ടു എക്സ് ബൈ വൈ ഇൻറ്റു ഡി വി ഡിവൈഡഡ് ബൈ ഡി യു എന്നാണ് കിട്ടിയത്. ഞാനിപ്പോ എന്ത് എഴുതുന്നു, പി ഈസ് ഈക്വൽ ടു എക്സ് ബൈ വൈ പി ഡാഷ് എന്ന് വിളിക്കുന്നു. വേർ പി ഡാഷ് എന്തായിരിക്കും, പി ഡാഷ് ഈസ് ഈക്വൽ ടു ഡി വി ഡിവൈഡഡ് ബൈ ഡി യു ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇവിടെ വരെ ഓക്കെ ആണല്ലോ. ഇനി ഞാൻ ഈ പി ഡാഷിനെ ഈ പിനെ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, നമ്മളുടെ ഒറിജിനൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ substituting p in our differential equation. അപ്പൊ എനിക്ക് എന്ത് കിട്ടുമെന്ന് നോക്കാം. നമ്മളുടെ പിനെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആരായിരുന്നു, p ഈസ് ഈക്വൽ ടു നോക്കിയേ പി എക്സ് മൈനസ് വൈ ഇൻറ്റു പി വൈ പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പി ആയിരുന്നു. അപ്പൊ പിക്ക് പകരം ഞാൻ എൻ്റെ ആളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. പി എന്ന് പറയുന്നത് ആരാണ്, എക്സ് ബൈ വൈ പി ഡാഷ് ഇൻറ്റു എക്സ്. നോക്കിയേ, പി എക്സിന് പകരം ഞാൻ അത് എഴുതി. മൈനസ് വൈ ഇൻറ്റു പി വൈ പ്ലസ് എക്സ് ആണ്. നോക്കിയേ, മൈനസ് വൈ ഇൻറ്റു പി വൈ പ്ലസ് എക്സ് ആണ്. അപ്പൊ പിക്ക് പകരം ഞാൻ എന്ത് എഴുതുന്നു, എക്സ് ബൈ വൈ പി ഡാഷ് പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പി എന്നായിരുന്നു നമ്മളുടെ ഇക്വേഷൻ. ആ എ സ്ക്വയർ പിക്ക് പകരം ഞാൻ എന്ത് എഴുതുന്നു, എ സ്ക്വയർ ഇൻറ്റു എക്സ് ബൈ വൈ പി ഡാഷ് എന്ന് എഴുതുന്നു. ക്ലിയർ അല്ലേ?
ഇനി ഞാൻ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ റീഅറേഞ്ച് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക, റീഅറേഞ്ച് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് വരും? പി ഡാഷ് ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ വൈ എന്ന് കിട്ടും. പി ഡാഷ് ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ വൈ എന്ന് കിട്ടും. ഓക്കെ, ഞാനിപ്പോൾ എവിടെ എഴുതി കാണിക്കാം. പി ഡാഷ് എക്സ് സ്ക്വയർ ബൈ വൈ മൈനസ് വൈ ഈസ് ഇൻറ്റു എന്താണ് എക്സ് പി ഡാഷ് വൈ എന്നല്ലേ വന്നേക്കുന്നത്, പി വൈ എന്നായിരുന്നു അല്ലെ. പി വൈ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു വൈ കൂടെ ഉണ്ട്. അപ്പൊ എക്സ് പി ഡാഷ് ബൈ വൈ ഇൻറ്റു വൈ എന്നുള്ള രീതിയിലാണ് വരുന്നത്. സോ അപ്പൊ ഇത് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത്? ഞാനിപ്പോ ഇവിടെ എഴുതുവാണെങ്കിൽ എക്സ് വൈ പി ഡാഷ് ബൈ വൈ പ്ലസ് എക്സ് എന്ന് കിട്ടി ഈസ് ഈക്വൽ ടു എ സ്ക്വയർ എക്സ് ബൈ വൈ പി ഡാഷ് എന്ന് കിട്ടി അല്ലെ. ഞാനിപ്പോ ഇവിടെ ക്രോസ് ചെയ്യുവാണ്. പി ഡാഷ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ വൈ ഇൻറ്റു എക്സ് വൈ പി ഡാഷ് പ്ലസ് എക്സ് വൈ ഡിവൈഡഡ് ബൈ വൈ, വൈ ക്രോസ് ചെയ്യുന്നു, ഈസ് ഈക്വൽ ടു എ സ്ക്വയർ എക്സ് പി ഡാഷ് ഡിവൈഡഡ് ബൈ വൈ. എല്ലായിടത്തും താഴെയുള്ള വൈ ഞാൻ എന്ത് ചെയ്യുന്നു? ക്യാൻസൽ ചെയ്യുന്നു. അപ്പൊ പി ഡാഷ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എക്സ് വൈ പി ഡാഷ് പ്ലസ് എക്സ് വൈ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ എക്സ് പി ഡാഷ് നമുക്ക് കിട്ടി. സോറി, ഇവിടെ നമുക്ക് രണ്ട് വൈയും കട്ട് ചെയ്യാൻ പറ്റത്തില്ല. വൈ ഇൻറ്റു വൈ വൈ സ്ക്വയർ ആണ് ആവുന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഇക്വേഷൻ അതേപോലെ തന്നെ ഇട്ടേക്കുന്നു. നോക്കുക, ഈ ഇക്വേഷൻ ഞാൻ എന്ത് ചെയ്യുന്നു? അതേപോലെ തന്നെ ഇട്ടേക്കുന്നു. എക്സ് വൈ പി ഡാഷ് ബൈ വൈ അല്ലേ. അപ്പൊ ഇവിടെ നിന്ന് വൈയും വൈയും ക്യാൻസൽ ആയിട്ട് എനിക്ക് എങ്ങനെ എഴുതാം? എക്സ് പി ഡാഷ് പ്ലസ് എക്സ് എന്ന് തന്നെ എഴുതുന്നു. മറ്റേ വൈ ക്യാൻസൽ ചെയ്യുന്നു. കാരണം ഒരു സൈഡിൽ വൈ ഇൻറ്റു വൈ വൈ സ്ക്വയർ ആവരുത്. മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഒരു വൈ മാത്രമേ ക്യാൻസൽ ചെയ്യാൻ പറ്റൂ. സോ ഞാൻ ഇതിനെ എങ്ങനെ മാറ്റുന്നു? എക്സ് സ്ക്വയറിന് എനിക്ക് എന്ത് എഴുതാം? പി ഡാഷ് ഇൻറ്റു എക്സ് സ്ക്വയറിന് നമ്മൾ യു എന്നും വൈ സ്ക്വയറിന് നമ്മൾ വി എന്നുമാണ് വിളിച്ചത്. അപ്പൊ പി ഡാഷ് യു മൈനസ് വി ഇൻറ്റു രണ്ടിലും എക്സ് ഉള്ളതുകൊണ്ട് തന്നെ എക്സ് കോമൺ എടുക്കുന്നു. എക്സ് ഇൻറ്റു പി ഡാഷ് പ്ലസ് വൺ എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു എ സ്ക്വയർ എക്സ് പി ഡാഷ് എന്ന് കിട്ടും. സോ ഈ എക്സും ക്യാൻസൽ ചെയ്യുന്നു. അപ്പൊ പി ഡാഷ് യു മൈനസ് വി ഈസ് ഈക്വൽ ടു പി ഡാഷ് പ്ലസ് വൺ ഇൻറ്റു എ സ്ക്വയർ പി ഡാഷ് എന്ന് കിട്ടി. ഞാൻ ഇതിനെ എങ്ങനെ മാറ്റുന്നു? പി ഡാഷ് യു മൈനസ് വി ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പി ഡാഷ് ഡിവൈഡഡ് ബൈ പി ഡാഷ് പ്ലസ് വൺ എന്ന് കിട്ടി അല്ലെ. ഇനി ഞാനിത് ചെയ്യാൻ പോകുന്നത് വി അപ്പുറത്തും എ സ്ക്വയർ പി ഡാഷ് ഈ ഒരു സാധനത്തിന് ഇപ്പുറത്തും കൊണ്ടുവരുന്നു. അപ്പൊ ഇപ്പുറത്തുള്ള വിനെ ഞാൻ ലെഫ്റ്റ് സൈഡിൽ എഴുതി കഴിഞ്ഞാൽ വി ഈസ് ഈക്വൽ ടു ഇതേ മൈനസ് എന്ന് വരും. മൈനസ് വി അപ്പുറത്ത് പോയി പ്ലസ് വി ആയി, അത് ആദ്യം എഴുതി. ഈസ് ഈക്വൽ ടു ഇത് ഇപ്പുറത്ത് വരുമ്പോൾ നെഗറ്റീവ് ആകും. സോ പി ഡാഷ് യു മൈനസ് എ സ്ക്വയർ പി ഡാഷ് ഡിവൈഡഡ് ബൈ പി ഡാഷ് പ്ലസ് വൺ എന്നായി. അപ്പൊ ഇത് ഏത് ഫോമിലാണെന്ന് നിങ്ങൾ നോക്കിയേ. ദിസ് ഈസ് ഇൻ ദ ഫോം വൈ ഈസ് ഈക്വൽ ടു പി എക്സ് പ്ലസ് എഫ് ഓഫ് പി അല്ലെ. ഈ ഒരു ഫോമിലാണ് ഇത് കിടക്കുന്നത്. സോ ഇതെന്താണ്? സോ ദിസ് ഈസ് എ ക്ലൈറോഡ്സ് ഇക്വേഷൻ. സോ ദിസ് ഈസ് എ ക്ലൈറോഡ്സ് ഇക്വേഷൻ നമുക്ക് പറയാൻ പറ്റും അല്ലെ. ഇത് ക്ലൈറോഡ്സ് ഇക്വേഷൻ ഫോമിലാണ് കിടക്കുന്നത്. സോ ജനറൽ സൊല്യൂഷൻ ഈസ് ഗിവൺ ബൈ ജനറൽ സൊല്യൂഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ പിക്ക് പകരം എന്ത് ചെയ്താൽ മതി? ഇവിടുത്തെ പി എന്ന് പറയുന്നത് പി ഡാഷ് ആണ്. പി ഡാഷിന് പകരം സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ സി യു മൈനസ് യു സ്ക്വയർ സി ഡിവൈഡഡ് ബൈ സി പ്ലസ് വൺ അല്ലെ. ഇനി നമ്മൾക്ക് യു സ്ക്വയറിന് പകരം മറ്റേ ആളെടുത്ത് എഴുതാം, വിക്ക് പകരം മറ്റേ ആളെടുത്ത് എഴുതാം. വി എന്ന് പറയുന്നത് ആരാടെ? സോറി, ഇവിടെ എ ആണ് കേട്ടോ. എ സ്ക്വയർ ആണ്, യു സ്ക്വയർ അല്ല, എ സ്ക്വയർ ആണ്. വി എന്ന് പറയുന്നത് വൈ സ്ക്വയർ ആയിരുന്നു. സോ വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു സി എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ സി ഡിവൈഡഡ് ബൈ സി പ്ലസ് വൺ അല്ലെ. കുറച്ചുകൂടി കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞാൽ വൈ ഈസ് ഈക്വൽ ടു സി എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ സി ഡിവൈഡഡ് ബൈ സി പ്ലസ് വൺ ദ ഹോൾ റേസ് ടു 1/2. സ്ക്വയർ റൂട്ട് ഇട്ടാലും മതി. സ്ക്വയർ റൂട്ടിനേക്കാളും കുറച്ചുകൂടി ഭംഗിയുള്ളത് കൊണ്ട് ഞാൻ എന്ത് എഴുതി? ഈ പറയുന്ന 1/2 എഴുതി. ഇത് എഴുതിയാലും മതി കേട്ടോ. ഇവിടെ വരെ എഴുതിയാലും ആൻസർ സെയിം ആണ്. അപ്പൊ ക്ലൈറോഡ്സ് ഇക്വേഷൻ ഇതാണ്. ഈ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ.